look at you and it's easy to see you are that someone. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരെയും യു കെയിലുള്ള കുറച്ച് ഷോപ്സിലൂടെയൊക്കെ ഒന്ന് കൊണ്ടുപോകാമെന്ന്. വേറെ ഒന്നുമല്ല, എനിക്കിങ്ങനെ കളർഫുൾ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ കടകളിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കുമ്പം ഞാൻ വിചാരിച്ചു വേറെ ഇഷ്ടംപോലെ ആൾക്കാർ കാണുമല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരെന്ന്. കാണുക മാത്രമല്ല, പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ക്യൂട്ട് സാധനങ്ങളൊക്കെ കാണുമ്പം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടിയാലോ. ഞാൻ അതുകൊണ്ടൊരു 3-4 സ്ഥലത്തെ കൂടെയൊക്കെ പോകുന്നുണ്ട്. കണ്ടില്ലേ, പ്രൈമാർക്ക്, പിന്നെ പൗണ്ട് സ്ട്രെച്ചർ, റേഞ്ച്, പിന്നെ ഒരു ക്രിസ്മസ് സൂപ്പർ മാർക്കറ്റും. കണ്ടോ, ഞാനിപ്പോൾ പ്രൈമാർക്കിലാണ് ഉള്ളത്. ഞാൻ യു കെ വന്ന സമയം തൊട്ട് ഈ ഫെസ്റ്റീവ് സീസണൊക്കെ ആകുമ്പോൾ എനിക്കിങ്ങനെ ഷോപ്സിലൊക്കെ കയറി ഇറങ്ങാൻ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ ലൈറ്റ്സും കളർഫുൾ തിങ്സും എന്ത് രസമല്ലേ. അതുകൊണ്ടാട്ടോ ഞാൻ ചുമ്മാ പ്രൈമാർക്ക് എനിക്ക് മേടിക്കാനൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ വെറുതെ കയറി ഇറങ്ങി വന്നതാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ക്യൂട്ട് സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിട്ട്. കണ്ടില്ലേ, ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനും വീട്, പിന്നെ നമ്മുടെ സ്റ്റെയർ കേസ്, ഡൈനിങ് ടേബിൾ, ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഐഡിയാസൊക്കെ നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ കാണുമ്പോൾ കിട്ടത്തില്ലേ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ കാണുന്നത് കണ്ണിനൊരു കുളിർമയല്ലേ, എനിക്കങ്ങനെയാണ്. പിന്നെ കണ്ടില്ലേ കുറേ നല്ല സോഫ്റ്റ് ടോയ്സൊക്കെ. ഇതിനൊക്കെ 7 പൗണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ എല്ലാത്തിൻ്റെയും വിലയൊന്നും ഞാൻ നോക്കിയില്ല, എന്നാലും അങ്ങനെയൊക്കെ 1.5 പൗണ്ട് തൊട്ടൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതേണ്ട പൈജാമ സെറ്റ്സ്, വലിയവരുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാം ഉണ്ട്. അതേണ്ട ഞാൻ എൻ്റെ 2ാമത്തെ സ്ഥലത്തെത്തി. പൗണ്ട് സ്ട്രെച്ചറാണ് ഇത്. ലൊക്കേഷൻ റേഞ്ചിലെത്തിയിട്ടുണ്ട് ഞാൻ. കണ്ടില്ലേ, ഇവിടെ നല്ല ക്രിസ്മസ് വൈബൊക്കെ തന്നെ, ഇഷ്ടംപോലെ സാധനങ്ങളും ഉണ്ട്. ട്രീയും പിന്നെ ഒരുപാട് ലൈറ്റ്സും ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അതേപോലെ നല്ല റേറ്റുമാണ് ഇവിടെ. ഇവിടുത്തെ സാധനങ്ങളുടെയൊക്കെ വില എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കീപ്പ് വാച്ചിങ് ഇറ്റ്. ഞാൻ അതിൻ്റെ ചുവട്ടിൽ എഴുതിയേക്കുന്ന റേറ്റും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ അല്ല, എന്നാലും പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഓരോ സാധനങ്ങളുണ്ട്.
എത്തിയേക്കുന്ന സ്ഥലം നമ്മുടെ ചെംസ്ഫോർഡിൽ ക്രിസ്മസിന് വേണ്ടി മാത്രം തുറന്നേക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. എൻ്റെ ദൈവമേ, എന്തെല്ലാം സാധനങ്ങളാണ്! ഈ ഇവിടെയുള്ളവർ ക്രിസ്മസിന് എന്തൊക്കെ ചെയ്യുമെന്നറിയണമെങ്കിൽ ഈ കടയിൽ തന്നെ കയറി നോക്കണം. അത്രയും സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ക്രിസ്മസ് ട്രീസൊക്കെ പല പല കളർ തീമിലൊക്കെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ക്രിസ്മസ് ട്രീസ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഞാൻ വില ചോദിച്ചപ്പോഴല്ലേ ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഇവിടെ ക്രിസ്മസ് ട്രീസ് വിൽപ്പനയ്ക്കില്ല, അതിലിടുന്ന ആക്സസറീസ് മാത്രമേ ഉള്ളൂ വിൽപ്പനയ്ക്ക്. അതവർ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി വെച്ചേക്കുന്ന ക്രിസ്മസ് ട്രീസ് മാത്രമാണ്. പിന്നെ ഇവിടെ ഒത്തിരി ക്രിസ്മസ് കാർഡ്സ്, പിന്നെ ഗിഫ്റ്റിൻ്റെ റാപ്സ്, അങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഇതെല്ലാം കാണുമ്പോൾ ചോദിക്കും, ഇതെന്തോരം കാർഡാണ്, ഇവിടെയുള്ളവരിങ്ങനെ കാർഡും ഗിഫ്റ്റും ഒക്കെ ക്രിസ്മസിന് എന്തായിരിക്കും ഇങ്ങനെ അയക്കുന്നതെന്ന്. അപ്പം ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ചെറിയ കാർഡാണെങ്കിലും നമ്മളൊരാൾക്ക് അയക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മളവരെ ഓർക്കുന്നുണ്ട്. നമുക്കതിലും വലുതായിട്ട് എന്താ വേണ്ടേ? ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ആണെങ്കിലും നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ അവരെ ഓർക്കുന്നുണ്ട്, നമ്മൾ അവരെ എത്രമാത്രം വിലമതിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും വയസ്സായവർ, അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ കടകളിലൊക്കെ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കടകളിൽ കൂടെയും കയറി ഇറങ്ങിയ സ്ഥിതിക്ക് ഒന്ന് മാർക്കറ്റും കൂടെ നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ചെംസ്ഫോർഡിലെ ലോക്കൽ മാർക്കറ്റാണ്. ഇവിടെയും ഉണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ, കാർഡ്സും ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും ഇങ്ങനെ പല പലത്. ഇവിടെ വെച്ച് ഞാൻ ഈ ക്രിസ്മസ് കാഴ്ചകളൊക്കെ നിർത്തുക. ഇനിയും ഒത്തിരി കാഴ്ചകൾ ഇവിടെയുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടവർക്കെല്ലാം നന്ദി. താങ്ക് യു.